അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയ ഹബീബിങ്ങളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ ദീനുൽ ഇസ്ലാം കേരളത്തിൽ എത്തിയിട്ടുണ്ട്. പ്രമുഖ സ്വഹാബി വര്യനായ മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹു മുഖേനയാണ് കേരളത്തിൽ ഇസ്ലാം എത്തിയതെന്ന് നമുക്ക് ചരിത്രങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവുന്നതാണ്. പ്രശസ്തമായ കൊടുങ്ങല്ലൂരിലെ ജുമാ മസ്ജിദും കാസർഗോഡിലെ മാലിക് ദീനാർ പള്ളിയും തുടങ്ങിയ അമ്പരചുംബികളായ ധാരാളം പള്ളികൾ കൊണ്ട് അലങ്കരിതമാണല്ലോ കേരളം ഇന്ന്. വാസ്തുശൈലി കൊണ്ടും ശില്പകലകൾ കൊണ്ടും പഴയകാല പള്ളികൾ നമ്മെ ഏറെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഞാനിന്ന് എത്തി നിൽക്കുന്നത് മലപ്പുറം ജില്ലയിൽ സുലാത്ത് നഗർ എന്ന പ്രദേശത്തിൽ സ്ഥിതി ചെയ്യുന്ന നാട്ടുകാർ ആലുങ്ങൽ പള്ളി എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ചെറിയ ഒരു പള്ളിയിലാണ്. ഈ കാണുന്ന വിശാലമായ വയലിന് നടുവിൽ കുഞ്ഞാലി ഹാജി എന്ന കാരണവരുടെ നേതൃത്വത്തിൽ അന്നത്തെ കർഷകർക്ക് നിസ്കരിക്കാനും വിശ്രമിക്കാനുമാണ് ഈ പള്ളി നിർമ്മിച്ചത്. നമുക്ക് ഈ പള്ളിയെ കൂടുതലായിട്ടൊന്ന് പരിചയപ്പെടാം. പള്ളിക്കുള്ളിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ആ പഴമയുടെ ചിത്രം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നതാണ്. ചിമ്മിനി വിളക്കുകളും ഖുർആൻ വെച്ചിരുന്ന തട്ടുകളും ആ പഴമയെ സൂചിപ്പിക്കുന്നതാണ്. കറണ്ട് സുലഭമല്ലാത്ത കാലമായതുകൊണ്ട് തന്നെ വെളിച്ചം ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന രീതിയിലുള്ള മേൽക്കൂരയും വ്യത്യസ്തമായ ജനൽപാളികളും ഇതിന്റെ സവിശേഷതയാണ്. നമുക്ക് നാട്ടുകാരനായ ഒരാളെ പരിചയപ്പെടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ നമ്മള് ഇവിടെ ഈ പള്ളിനെ കുറിച്ച് അറിയാൻ വേണ്ടി വന്നതാണ്. ഇത് എന്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഈ പള്ളി ഫുള്ള് മരം, ഒറ്റ പിലാവിന്റെ മരം. ഉണ്ടാക്കിയ ആളാരാ? ഇതിന്റെ ആൾക്കാരൊക്കെ മരിച്ചുപോയില്ലേ? കുറെ ആൾക്കാർ മരിച്ചുപോയി, കുറെ ആൾക്കാർ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പൊ ഇവിടെ നിലവിൽ നിസ്കാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഈ തോട്ടത്തില് പാടത്ത് പണി മതിയാക്കിക്കാണ്ട് വന്നിക്കാണ്ട് ഓരോരുത്തർ തോട്ടം നോന്നെടുത്തിട്ട് നിസ്കരിച്ചു. പുതിയതായിട്ട് വല്ലതും വികസനം എന്തെങ്കിലും വന്നിട്ടുണ്ടോ? കാല് പുതിയതായിട്ട് കെട്ടിയതാ. ഈ സിമെന്റിന്റെ പുള്ളി ഈ മരത്തുമല നിന്നീന്, ആ മരത്തുമല മൂന്നാല് കാലുമ നിന്നീന്റെ, പിന്നെ സിമെന്റോട് കെട്ടിയതാ കാല്. വുളൂ ചെയ്യാനും മറ്റു വൃത്തിയാകാനും നാട്ടുകാർ ആശ്രയിച്ചിരുന്നത് ഇതിന്റെ അരികിലൂടെ ഒഴുകുന്ന ഈ ചെറിയൊരു തോടിനെ ആയിരുന്നു. വേനൽക്കാലമാകുമ്പോൾ ഈ തോടിന്റെ ഒരു ഭാഗത്ത് കുഴി കുഴിച്ച് അതിനു ചുറ്റും കല്ലുകൾ വെച്ച് അതിൽ വെള്ളം ശേഖരിച്ചിട്ടായിരുന്നു അവർ വുളൂ ചെയ്യാനുള്ള മാർഗം കണ്ടെത്തിയിരുന്നത്. ഇതാണ് പള്ളിയുടെ താഴ്ഭാഗം. തൊട്ടടുത്തുള്ള തോടിൽ നിന്ന് വെള്ളം കയറുമോ എന്ന് പേടിച്ച് നാട്ടുകാർ ഇത്തരത്തിലുള്ള മരത്തടികൾ കൊണ്ട് കെട്ടിപ്പൊക്കിയാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. എന്നാൽ കാലപ്പഴക്കം കാരണം ഈ മരത്തടികൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതുകാരണം ഇപ്പോഴത്തെ നാട്ടുകാർ ഇത്തരത്തിലുള്ള കോൺക്രീറ്റ് തൂണുകൾ പള്ളിക്ക് ചുറ്റും സ്ഥാപിച്ചിട്ടുണ്ട്. ഹബീബിങ്ങളെ, ഞാനിപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത് പഴമയുടെ തനിമ ഇപ്പോഴും നിലനിർത്തുന്ന മറ്റൊരു പള്ളിയിലാണ്. മലപ്പുറം ടൗണിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന വലിയങ്ങാടി എന്ന പ്രദേശത്താണ് ഈ പള്ളി നിലകൊള്ളുന്നത്. ഈ ഒരു കവാടം കടന്നു വേണം പള്ളിയിലേക്ക് പ്രവേശിക്കാൻ. മുറ്റത്ത് നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഈ ഒരു മുറിയിലേക്കാണ്. ഈ മുറിക്കു ചുറ്റും ഇതുപോലത്തെ ഇരിപ്പിടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പണ്ടുകാലങ്ങളിൽ പള്ളിയുടെ നടത്തിപ്പിനാവശ്യമായ മീറ്റിങ്ങുകൾ കൂടിയിരുന്നത് ഈ ഒരു മുറിയിലാണ്. ഇതിൻ്റെ മുകൾ വശം കൊത്തുപണികൾ കൊണ്ട് മനോഹരമാണ്. ഈ മസ്ജിദ് നിർമ്മിതമായ വർഷം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും 300-ലേറെ വർഷം പഴക്കമുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. 1732 മലബാർ പടയെ തുടർന്ന് പകർച്ചവ്യാധി പിടിപെട്ട പാറനമ്പി കുടുംബത്തിന് പ്രതിവിധിയായി ജ്യോത്സ്യന്മാരുടെ നിർദ്ദേശപ്രകാരമാണ് മുസ്ലിം കുടുംബങ്ങളെ പ്രദേശത്തേക്ക് തിരിച്ചു കൊണ്ടുവരികയും അവിടെ ശുഹദാക്കളുടെ മക്ബറക്ക് സമീപം വിദഗ്ധരായ കൽപ്പണിക്കാരെയും ആശാരിമാരെയും വരുത്തി പാറനമ്പി പള്ളിപ്പണി തുടങ്ങുകയും ചെയ്തു. 3 നിലകളാണ് പള്ളിക്കുള്ളത്. ഇതാണ് പള്ളിയുടെ മുകൾ വശം. പൂർണ്ണമായും വലിയ തേക്കുകൾ കൊണ്ടാണ് ഈ പള്ളിയുടെ മുകൾ വശം നിർമ്മിച്ചിട്ടുള്ളത്. പള്ളിയുടെ കൊത്തുപണികളോട് യോജിക്കുന്ന തരത്തിലുള്ള കൊത്തുപണികൾ ചെയ്ത
മിമ്പറും മിഹ്റാബും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ കാണുന്ന ചെങ്ങല ആദ്യകാലങ്ങളിൽ റമദാൻ 1 മുതൽ 30 വരെ ഈ പള്ളിയിൽ നടന്നിരുന്ന വയൽ മജ്ലിസിലേക്ക് വരുന്ന ഉസ്താദുമാർ താങ്ങായി ഉപയോഗിച്ചിരുന്നു എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. ബാങ്ക് സമയവും നിസ്കാര സമയവും അറിയുന്നതിനായി ഡിജിറ്റൽ ക്ലോക്കുകൾക്ക് പകരം ഇപ്പോഴും ഇവിടെ ഉപയോഗിച്ചു വരുന്നത് ഇത്തരത്തിൽ സ്ലേറ്റിൽ ചോക്ക് കൊണ്ട് എഴുതിയിട്ടാണ്. വുളൂ ചെയ്യാനുള്ള വെള്ളം പള്ളിയിലേക്ക് എത്തിച്ചിരുന്നത് മലമുകളിലെ ഒരു ചോലയിൽ നിന്ന് ഇത്തരത്തിൽ കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച പാത്തിയിലായിരുന്നു. ഇത്തരത്തിൽ അറിയപ്പെട്ടതും അറിയപ്പെടാത്തതുമായ അനേകം വൈവിധ്യങ്ങളും ശില്പകലകളും നിറഞ്ഞ ധാരാളം പഴയകാല പള്ളികളുണ്ട്. ഇത്തരത്തിലുള്ള മുസ്ലിം പള്ളികൾ ചരിത്രത്തിൻ്റെ അനശ്വര സ്മാരകങ്ങളും സാംസ്കാരിക പൈതൃകത്തിൻ്റെ അത്ഭുതകരമായ ഭാഗങ്ങളുമാണ്. എന്നാൽ ഇന്ന് ഇതുപോലത്തെ പഴയ പള്ളികളുടെ ചരിത്രങ്ങൾ വിസ്മരിച്ചുകൊണ്ട് ആധുനിക കാലത്തിന് ഒതുങ്ങുന്ന രീതിയിൽ നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പഴയകാല പള്ളികളെ കുറിച്ച് നാം പഠിക്കണം. നമ്മുടെ പൂർവികർ സഹിച്ച ത്യാഗങ്ങളെ കുറിച്ച് അറിയാനും ഇസ്ലാമിക മുന്നേറ്റത്തെക്കുറിച്ച് പഠിക്കാനും അത് നമ്മെ ഏറെ സഹായിക്കും. ഈ വ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.